മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ആന്തരിക ചോദന ദൈവം കൊടുത്തിരിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഭക്ഷണത്തോടൊരു കൊതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മൂക്കും വായും അടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ നിലനിർത്താൻ വേണ്ടിയുള്ള പരിപാലനയുടെ ഭാഗമാണ് ഈ മൂക്ക്. ഒരു സ്ഥലത്ത് വായ അമേരിക്കയിലും മൂക്ക് ആഫ്രിക്കയിലും ആണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ മൂക്കും വായും അടുത്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഭക്ഷണം എന്താ എക്സ് ഓർ വൈ എന്നായാലും വായിലേക്ക് വരുന്നുമ്പോൾ തന്നെ മൂക്കി സാധനത്തെ വലിച്ചെടുക്കും. എന്നിട്ട് നേരെ ബുദ്ധിക്ക് കൊടുക്കും. അപ്പോൾ ബുദ്ധി പറയും ഇറ്റ് ഇസ് ടേസ്റ്റി, ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ഗുഡ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് നമ്മൾ വാ ഉടനെ മൂക്ക് ബ്രെയിൻ പറയും ഇപ്പോൾ വാ പൊളിക്കാൻ സമയമായിട്ടുണ്ടെന്ന് പറയും. വാ പൊളിക്കുമ്പോൾ തന്നെ നമ്മുടെ സലൈവയ്ക്ക് കമാൻഡ് വരും. എന്താണ്? ആ ഓപ്പൺ ചെയ്യുക, സെക്രറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണെങ്കിലും ദൈവത്തിൻ്റെ ഭയങ്കരമായ പരിപാലനയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു ഭക്ഷണം ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ തന്നെ മൂക്കാണ് ആ സാധനം വലിച്ചെടുക്കണം ആദ്യം. എന്നിട്ട് ബുദ്ധി കൊടുത്തിട്ട് ബുദ്ധി പറയും ഇങ്ങനെ ഒരു സാധനമാണ്. കണ്ണ് പറയും ഇങ്ങനെ ഒരു ചവറ പോലെ ഇരിക്കുന്ന സാധനമാണ് കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറയും. കണ്ണിൻ്റെ ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കണമല്ലോ. ഈ ഭക്ഷണത്തിൻ്റെ നേരെ 2 ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം വരുമ്പോൾ പുട്ടായാലും കടലയായാലും വരുമ്പോൾ കടല പോലെ ഇരിക്കണം. പഴയ ഫയൽ നോക്കുമ്പോൾ കണ്ണ് ഈ ഫോട്ടോ എടുത്ത് കൊടുക്കുകയല്ലേ ഉള്ളൂ. കടലയും പുട്ടിൻ്റെയും കടലയുടെയും ഫോട്ടോ എടുത്ത് ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ ബ്രെയിൻ പറയും ഇത് കടല പോലെ ഇരിക്കുന്നു എന്ന് പറയും. ഉടനെ ആ സമയത്ത് മൂക്കിൽ നിന്ന് വേറെ സെൻസേഷൻ പോകും, കമ്മ്യൂണിക്കേഷൻ പോകും. ഇത് കടല തന്നെയാണ്. കാര്യം എന്താണ്? പഴയ മണം തന്നെയാണ്. കാര്യം മൂക്കിനോട് ചോദിക്കും എന്താണത്, പുട്ടാണോ അത് കടലയാണോ എന്ന് ചോദിക്കും. കണ്ണൊരു സാധനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഴയ ഫയൽ നോക്കുകയാണെങ്കിൽ പുട്ട് പോലെ കടല പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതെന്ന് ചോദിക്കുമ്പോൾ മൂക്കിനോട് ചോദിക്കും വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിക്കും. ഇവിടെ മൂക്ക് അതിൻ്റെ മണം വരച്ചിട്ട് ബ്രെയിനിൽ കൊടുത്തിട്ട് പറയും. അപ്പോൾ ബ്രെയിൻ അത് സെൻസ് ചെയ്യും. ദാറ്റ്സ് ഓക്കെ, ഇത് പുട്ട് തന്നെയാണ്, ഇത് കടല തന്നെയാണെന്ന് പറയും. അപ്പോഴാണ് ഇത്രയും ഓക്കെ ആയി കഴിയുമ്പോഴാണ് അടുത്ത കമാൻഡ് വരേണ്ടത്. എന്നാൽ വാ പൊളിച്ചോളാൻ പറയും. ഉടനെ വാ പൊളിക്കും. വാ പൊളിക്കുമ്പോൾ സമയത്തിന് സലൈവയോട് പറയും സെക്രറ്റ് ചെയ്യിക്കൊള്ളാൻ പറയും. വായിലേക്ക് ഈ പുട്ടും കടലും എത്തുമ്പോൾ തന്നെ സെക്രഷൻ നടക്കും. ഇത് ഭയങ്കര ഹൈലി ഇൻ്റലക്ച്വൽ ബ്രെയിൻ ആണ് ദൈവം. ഇത് പരിപാലനയാണ് ശരിക്കും. എന്താണ്? നമ്മുടെ ആരോഗ്യത്തിലുള്ള ദൈവത്തിൻ്റെ കൊതിയാണ് ശരിക്കും. നമ്മൾ ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ ശരീരത്തിൽ ചെയ്തിരിക്കുന്ന സംവിധാനം അവൻ്റെ സ്നേഹം തന്നെയാണ്. മൂക്കും വായും അടുത്ത് വന്നതും കണ്ണും അടുത്ത് വന്നതും ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്.